എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിൻ്റെ ഒരു മസാലയും പിന്നെ നമ്മളിതിൽ ഒരു ചെറിയ തേങ്ങ ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ്. അപ്പം ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇതുപോലെ വെള്ളം ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പിരിയൻ മുളക് ഒരു 18ഓളം മുഴുവനായിട്ടുള്ള കാശ്മീരി മുളകാണ് കേട്ടോ. കാശ്മീരി മുളകാവുമ്പം നല്ലൊരു കളർ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് എരിവില്ല, സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നോർമൽ എരിവേ ഉള്ളൂ. അപ്പോൾ ഒരു 18ഓളം കാശ്മീരി മുളക് ഇതുപോലെ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു മുളക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഞാനൊരു മുളക് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു മുളക് മാത്രമായിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ വേവിക്കുന്ന സമയത്ത് ആ ഒരു മുളകിൻ്റെ അരി ഇതുപോലെ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി അരി വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ചെറിയതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അതെല്ലാം കൂടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 11ഓളം വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ ഒരു 11 വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു 18ഓളം ചെറിയ ഉള്ളിയും കൂടെയാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മുളക് വേവിച്ച ഈ ഒരു വെള്ളം തന്നെ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ നമ്മൾ എല്ലാം കൂടി ഒന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ അരച്ചെടുത്ത ഈ ഒരു മസാല നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോയിലും കുറച്ചൊന്ന് കൂടുതലുണ്ട് കേട്ടോ. 1150 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഇതുപോലെ കത്തി ഉപയോഗിച്ചൊന്ന് വരഞ്ഞു കൊടുക്കണേ. എങ്കിൽ ആ ഒരു മസാല നല്ല പോലെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങത്തുള്ളൂ. നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാലയിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്ത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ലാസ്റ്റത്തേക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള ഈ ഒരു മസാലയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പുളിയൊന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. വിനാഗിരി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ഫ്രൈ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു മസാലയുടെ. അപ്പോൾ ഇതിൽ കുറച്ചൊരു പുളിയുടെയും കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലയും ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം തന്നെ മസാല ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു ചിക്കനിൽ മസാല നന്നായിട്ട് തന്നെ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കനിൽ ഇതുപോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. എങ്കിൽ മാത്രമേ ഒരു മസാല ഒരു ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്.
അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഇതുപോലെ ഒരു മസാല പുരട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു പയ്യോളി ചിക്കൻ ഫ്രൈയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു തേങ്ങ ചിരകിയതിൽ ആ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഒരു തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു മസാലയാണ് ഇത്. 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മസാല ഈ ഒരു തേങ്ങ ചിരകിയതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, കൈ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു മസാലയും ഈ ഒരു തേങ്ങയും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നല്ല ക്രിസ്പിയായി കിട്ടുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇതുപോലെ നാടൻ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി അഥവാ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമ്മൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് തന്നെ വേണം നമ്മൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തീ ഒരുപാടങ്ങ് കുറച്ച് വെച്ച് കൊടുക്കരുത്. ഒരുപാട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാല ആണെങ്കിലും ആ ഒരു ചിക്കനിൽ നിന്ന് അങ്ങ് വിട്ടങ്ങ് പോവും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ചിക്കൻ നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വരെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ നമ്മൾ ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഓയിലിൽ കുറച്ച് മസാല ഇതുപോലെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മസാല നമ്മളെല്ലാം ഒന്നെടുത്ത് മാറ്റുക കേട്ടോ. ഇതുപോലെ ഒന്ന് അരിച്ച് നമ്മൾ വീണ്ടും ഒന്ന് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇതുപോലെ വീണ്ടും ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 7ഓളം പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളക് കീറിയതെല്ലാം തന്നെ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പച്ചമുളക് നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കീറി തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇത് കണ്ടില്ലേ, ഈ ഒരു കറിവേപ്പില ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാണ്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഈ ഒരു തേങ്ങയാണ്. നമ്മൾ ആ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു തേങ്ങയില്ലേ, ആ ഒരു തേങ്ങ മുഴുവനായിട്ടും ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു എണ്ണയിൽ കടന്നിട്ട് ഈ ഒരു തേങ്ങ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. ഒരുപാട് കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല ക്രിസ്പി ആയി കിട്ടുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരിക്കലും നമ്മൾ തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്. കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങയെ നമുക്ക് നല്ല ക്രിസ്പി ആക്കി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തേങ്ങയും ഞാനിവിടെ നിന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇതിൽ ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ആ ഒരു തേങ്ങയിൽ കുറച്ചൊരു ഓയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ആ ഒരു ഓയിൽ ഫുള്ളായിട്ട് അങ്ങ് കളഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിൽ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു തേങ്ങ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ചെയ്തതും കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി തന്നെ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്തത് നമ്മൾ ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും മുളകും ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒരു തേങ്ങ വറുത്തെടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം ഒരു കറിവേപ്പില ഫ്രൈ ചെയ്തതും മുളക് ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു മസാലയിൽ പൊരിച്ചെടുത്ത ഒരു ചിക്കനും അതുപോലെ തന്നെ നമ്മളൊരു മസാല ആക്കിയിട്ട് തേങ്ങ ഫ്രൈ ചെയ്തതും ആ ഒരു മുളകും കറിവേപ്പില ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല.
ഇത് കഴിച്ചവർക്കറിയാം, കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.